എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കാസർഗോഡുകാരായ സ്ത്രീകളുടെ ഫാൻസി സങ്കല്പങ്ങളെ മാറ്റിമറിച്ച ചോക്ലേറ്റിനെയാണ്. ഒരിക്കൽ കൂടി ഏവർക്കും സൗണ്ട് ടോപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കളക്ഷനുകളുടെ ഒരു വലിയ കമനീയ ശേഖരണം തന്നെ ഇവിടെയുണ്ട്. ഒപ്പം കാസർഗോഡിന്റെ ഒരു ട്രെൻഡ് സെറ്ററും കൂടിയാണ് ചോക്ലേറ്റ്. ആന്റിക് പ്രൊഡക്റ്റുകളും എഡി സ്റ്റോൺസും ചോക്ലേറ്റിന്റെ എടുത്തു പറയേണ്ട പ്രൊഡക്റ്റുകൾ തന്നെയാണ്. ഒപ്പം ലേഡീസ് ബാഗ്സ്, ലേഡീസ് വാച്ച്, കോസ്മെറ്റിക്സ് എന്നീ ശേഖരണത്തിൽ ഒട്ടും പിന്നിലല്ല ചോക്ലേറ്റ്. 13 വർഷത്തെ പാരമ്പര്യമുണ്ട് കാസർഗോഡിന്റെ മണ്ണിൽ ചോക്ലേറ്റിന്. ഒപ്പം 3ഓളം ബ്രാഞ്ചുകളുമുണ്ട്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡും തൃശ്ശൂരിലുമാണ് മറ്റു ബ്രാഞ്ചുകളുള്ളത്. ഇത്രയൊക്കെ പറഞ്ഞ രീതിയിൽ ചോക്ലേറ്റിനെ വിശദമായി പരിചയപ്പെടേണ്ടത് നമ്മുടെ ആവശ്യം തന്നെയാണ്. ടൗൺ ടോപ്പിന്റെ എപ്പിസോഡ് ഒരു വിശദമായ പരിചയപ്പെടലിലോട്ട് കടക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് വെഡ്ഡിംഗ് കളക്ഷനുകളെയാണ്. നമുക്ക് കാണാം എന്താണ് ഈ വെഡ്ഡിംഗ് കളക്ഷനിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ആളുകൾ ചോദിക്കുന്ന പ്രൊഡക്റ്റ്. വെഡിങ് കളക്ഷനിൽ കൂടുതലായും പോകുന്നത് ആന്റിക്കിന്റെ ഐറ്റംസ് ആണ്. ആന്റിക്കിന്റെ ഐറ്റംസ് മെഹന്തി ഫംഗ്ഷന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മെഹന്തി ഫംഗ്ഷൻസിന് മാത്രമായി ഫംഗ്ഷനാണ് കൂടുതൽ ചോദിച്ചു വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും ഈ ഐറ്റംസ് ഉപയോഗിക്കാറുണ്ട്. ആന്റിക്കിനെ കൂടാതെ എഡി ഐറ്റംസ് നമ്മൾ കൂടുതൽ ഒരു പ്രത്യേകത. ഇതാണല്ലേ എഡി സെറ്റോട് കൂടിയിട്ടുള്ള ഐറ്റംസും ഉണ്ടാവും. ആന്റിക്കിന്റെ കുന്തൻ വർക്കായിട്ടുള്ള ഐറ്റംസും ഉണ്ടാവും. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഏതാണ്? വെഡ്ഡിങ്സിന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഏറ്റവും കൂടുതലായിട്ടും ജനങ്ങൾ ഇന്ന് കാസർഗോഡ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ആന്റിക്കിന്റെ ഐറ്റംസ് ആണ്. ആന്റിക്കിന്റെ കോപ്പർ ആൻഡ് ബ്രാസ് മെറ്റീരിയൽ കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യക്കാർ. അത്രത്തോളം നിലനിൽപ്പുണ്ടാവും. നല്ല നിലനിൽപ്പുണ്ടാവും. ഒരിക്കലും കളർ പോകില്ല. അത് ഡാമേജ് വരാത്ത ഒരു സാധനമാണ്. പിന്നെ ഒരു അട്രാക്ഷനബിൾ ആണല്ലേ. അത്യാവശ്യം നല്ലൊരു ലാസ്റ്റിംഗ് ഉണ്ടാവുന്ന ഒരു ഐറ്റംസ് ആണ്. നല്ല കൂടുതൽ ആന്റിക്കിന്റെ ഐറ്റമുകൾ നമ്മൾ പരിചയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു ഫസ്റ്റ് ഷോയിൽ തന്നെ നമുക്കൊക്കെ വളരെ അട്രാക്ഷനബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ആന്റിക്കിൻ്റെത്. അതുപോലെ തന്നെ എഡി സ്റ്റോണിന്റെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെടാം. എഡി സ്റ്റോണിന്റെ ഇതാണല്ലേ എഡി സ്റ്റോൺ ഐറ്റംസ് ആണ്. എഡി സ്റ്റോണിന്റെ ഒരു പ്രൊഡക്റ്റ് ആണിത്. ആക്ച്വലി കാണാൻ തന്നെ ഒരു നല്ല ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അത്യാവശ്യം നല്ല മൂവ് ഉണ്ടല്ലേ. ഈ പറഞ്ഞതുപോലെ മെഹന്തി ഫംഗ്ഷനിലാണ് ഏറ്റവും കൂടുതലധികം ഉപയോഗിക്കപ്പെടുന്നുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് എഡി സ്റ്റോൺ. എന്താണ് ഈ എഡി സ്റ്റോണിന്റെ ഒരു പ്രത്യേകത? ആന്റിക്കുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ? ആന്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് പറയുന്നത് ആന്റിക് ഐറ്റംസ് ആണത്. അതായത് ഏറ്റവും പ്രാചീനകാലം തൊട്ട് തന്നെയുള്ള ഐറ്റംസ് ആണ് ആന്റിക്. അത് എപ്പോഴും നിലനിൽക്കുന്ന ഒരു ഐറ്റംസ് ആണ്. അതുകൊണ്ടാണ് അതിന് ആന്റിക് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രാസും കോപ്പർ മെറ്റീരിയലും. എഡി എന്ന് പറയുമ്പോൾ അമേരിക്കൻ ഡയമണ്ട്. ആ സ്റ്റോണിന്റെ പേരാണത്. അത് പോളിഷ് ചെയ്തിട്ട് രണ്ടാമത് റീപോളിഷ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഈ എഡി ഐറ്റംസ്. റീപോളിഷ് ചെയ്തിട്ട് കസ്റ്റമർക്ക് വേണ്ടി കളർ പോവുകയാണെങ്കിൽ എനിക്ക് കൂടുതലും ഫംഗ്ഷനിലാണ് അത് ഉപയോഗിക്കാറുള്ളത്. കളർ പോവുകയാണെങ്കിൽ രണ്ടാമത് റീപോളിഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ലാസ്റ്റിംഗ് കിട്ടുന്ന ഒരു ഐറ്റംസ് കൂടിയാണ്. വളരെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള മോഡൽസ് ആണ് നമ്മളിവിടെ എഡി ഐറ്റംസിൽ വെക്കാറുണ്ട്. അത് മാത്രമല്ല നൈറ്റ് ഫംഗ്ഷന് കുറച്ചും കൂടി ലൈറ്റ് കളറിനൊക്കെ നല്ല കൂട്ടാവും. എങ്ങനെയാണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത്? ഒരു ഏകദേശം ഒരു റൗണ്ട് അപ്പ് ആണ്. എഡി ആൻഡ് ആന്റിക് ഒരു 800 സ്റ്റാർട്ട് ചെയ്ത് 10,000 വരെയുള്ള ഐറ്റംസ് ഉണ്ട്. എഡിയുടെ ഒരു ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഒരു 600 സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഓക്കെ, എന്തായാലും വെഡിങ് കളക്ഷനുകൾക്ക് കണ്ണും ചിമ്മിയിട്ട് നിങ്ങൾക്ക് ചോക്ലേറ്റിലോട്ട് വരാൻ വേണ്ടി പറ്റും. കാരണം അത്രത്തോളമുള്ള ഒരു വലിയൊരു സെലക്ഷനുകൾ തന്നെയാണ് ഇവിടെയുള്ളത്. ആന്റിക്കിന്റെ കാര്യത്തിലായാലും ശരി, എഡി സ്റ്റോൺസിന്റെ കാര്യത്തിലായാലും ശരി, ഒരു രക്ഷയില്ല, കിഡിലനാണ്. എന്തായാലും ഇങ്ങോട്ട് വരിക. ചോക്ലേറ്റിലേക്ക് ആരും ആദ്യമായിട്ട് വന്നാൽ നമ്മുടെ മനസ്സിനകത്ത് ഒരു ചെറിയ തോന്നലുണ്ടാവും, ഇതൊരു ജ്വല്ലറി ആണോ എന്നുള്ളത്. കാരണം ആദ്യ ലുക്കിൽ തന്നെ ഇവിടുത്തെ ഓരോ ആഭരണങ്ങൾ കാണുമ്പോൾ ഇതൊരു ഗോൾഡ് ആണോ എന്നുള്ള ഒരു ഫീല് നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രത്തോളം എന്താ പറയുന്നത്, ഗോൾഡിലോട്ട് അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ഒരു ആഭരണത്തിലോട്ട് നമ്മുടെ കണ്ണ് വായിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഷോ ആണ് ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് സെക്ഷനിലോട്ട് കിടക്കാം. ബാംഗിൾസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതില് 3 ടൈപ്പ് ഉണ്ട്. അതായത് AD, ആന്റിക്, റൂബി, ഈ 3 ടൈപ്പുള്ള എന്താ പറയുന്ന ബാംഗിൾസ് ആണ് ഇവർ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് അറിയാം. ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു സാധനമാണ് റൂബി വിത്ത് സ്റ്റോണും AD സ്റ്റോണും. അത് റൂബി AD എന്നുള്ളത് ചോദിച്ച് വാങ്ങാനല്ല, സ്ത്രീകള് ചോദിച്ചു വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് റൂബി വിത്ത് AD എന്നുള്ള ബാംഗിൾസ്. കാരണം അത്രയും ഒരു അട്രാക്ഷൻ ആണ്. ഒപ്പം കൃത്യമായ ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്, കൃത്യമായ ക്വാളിറ്റി. കാരണം അത്രത്തോളം നിലനിൽപ്പുണ്ട് ഓരോ പ്രൊഡക്റ്റിനും. അത് ചോക്ലേറ്റിന്റെ എടുത്തു പറയേണ്ട ഒരു മേന്മ തന്നെയാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ AD മാത്രമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, നല്ല സിമ്പിൾ ആൻഡ് ഹാർഡ് എന്ന് തന്നെ പറയണം. കാരണം അത്രത്തോളം എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു രീതി. കാരണം ട്രെൻഡ് ആണ്, ക്ലാസ് ആണ്, എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഞാനിപ്പോൾ കാണിച്ച ADയുടെ ഒരു ബാംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു ഡിസൈൻ ആണിത്, നൈസാണ്. അപ്പം നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് കടക്കും. ചോക്ലേറ്റിനെ എല്ലാം കൊണ്ട് എടുത്തു പറയേണ്ടതുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ആയി കാണേണ്ട ഒരു ചെറിയൊരു കാഴ്ചയാണ് ഞാനത് കാണിച്ചത്. ആക്ച്വലി ഇത് നമുക്ക് കാണുമ്പോൾ തോന്നും ഒരു ചെറിയൊരു ബോള്, പക്ഷെ ആന്റിക് കൊണ്ടുണ്ടാക്കിയ ഒരു ദുൽഹൻ പേഴ്സ് ആണ് ഇത്. വളരെ അട്രാക്ഷനബിൾ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കിഡൻ സാധനം എന്ന് തന്നെ വേണം പറയാൻ. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അത്രയ്ക്കും അട്രാക്ഷനബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മളൊക്കെ പുതിനാട്ടിയൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ദുൽഹൻ പേഴ്സ് ആണ് ഇത്. എന്തായാലും കിഡിലനാണ്. ഓക്കെ, നമ്മൾ പരിചയപ്പെടേണ്ട അടുത്ത ഒരു ഐറ്റമാണ് സൈഡ് ബാഗ്. ആക്ച്വലി നമുക്കിതിന് സിമ്പിൾ ആയിട്ട് കയ്യിലെടുത്തു കൊണ്ടുപോകാനും പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ഷോൾഡറിൽ ഇതുപോലെ ഇങ്ങനെ ഇടാനും വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ഒരു ബാഗാണ്. വളരെ ക്യൂട്ടാണ്, നൈസാണ്, ചെറിയ കോസ്റ്റിലാണ് മാർക്കറ്റിലേക്ക് ഇവരെത്തിക്കുന്നത്. ഓക്കെ, ചോക്ലേറ്റിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലെടുത്തു പറയേണ്ട, അല്ലെങ്കിൽ ആ ഒരു സീസൺ ആണല്ലോ ഇപ്പോഴും, സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക് നമ്മുടെയൊക്കെ പെൺകുട്ടികൾ പോകുമ്പോൾ നല്ല അട്രാക്ഷനബിൾ ആയിട്ടുള്ള ബാഗുകൾ ധരിക്കാറുണ്ട്. അതുപോലത്തെ ഒരു കിഡിലൻ ഐറ്റമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഒരു 1.5 സാധനമാണ്. വളരെ സിമ്പിൾ ആയിട്ട്, അതായത് അധിക ഒരു ഡെക്കറേഷൻ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്, പക്ഷെ കാണാൻ കിഡിലൻ ലുക്കുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പം അതോടൊപ്പം തന്നെ മറ്റൊരു ബാഗ്. അതായത് ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, കാരണം എന്തായാലും ആരായാലും ഈ ഒരു സംഭവം ഇഷ്ടപ്പെടും. കാരണം സിമ്പിളാണ്, ഹാർഡാണ്, പവർഫുൾ ആണ്, അങ്ങനെ തന്നെ വേണം പറയാൻ. കാരണം അത്രയ്ക്കും നൈസായിട്ടുള്ള ഒരു ശേഖരണം തന്നെയാണ് ചോക്ലേറ്റിലുള്ളത്. ആരുടെയും ഒന്ന് കണ്ണ് ചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സെലക്ഷൻ തന്നെയാണ് ഇവിടെയുള്ളത്. ടൗൺ ടോപ്പിന്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളിന്ന് പരിചയപ്പെട്ടത് ചോക്ലേറ്റിനെയാണ്. ഇനിയും ഒരുപാട് പുതിയ പരിചയപ്പെടലുകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരും. നന്ദി, നമസ്കാരം.